എന്റെ എടുക്കുമല്ലോ, എന്നെ മാത്രം എടുത്താൽ മതി. സ്വാമി എടുക്കണ്ട, സ്വാമി എടുക്കണ്ട പറഞ്ഞ എടുക്കണ്ട, എന്നെ മാത്രം എടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ സ്വാമി എടുക്കണ്ട പറഞ്ഞ എടുക്കണ്ട. ഇത് കേൾക്കാത്ത സ്വാമിക്ക് ഇഷ്ടമല്ല ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത്. അടിച്ച് കോൺ തെറ്റി രണ്ട് കണ്ണ് ചോപ്പിച്ചിരിക്കുകയാണ്. അതാണ് പുള്ളി മാറി മാറി കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരു വിധത്തിൽ പിടിയിരുന്നില്ല. ഞാൻ പുള്ളിയെ വിടുന്നില്ല. ഇല്ല 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 എടുക്കുന്നില്ല, എന്നെ എടുക്കുന്നുള്ളൂ. പുള്ളി നല്ലോട്ട് പേടിച്ചിരിക്കുക കേട്ടോ. ഓ എൻ്റെ ഓ പേടിയാവുന്നല്ലോ എൻ്റെ പൊന്നു. ഇതുണ്ടോ ഇത് രൗദ്രഭാവം കണ്ടോ? ഇന്ന് എന്തായാലും ഇന്നത്തെ ആ അവതാരത്തെ നിങ്ങൾ കാണണം. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് പിറകെ പോകുന്നവർക്കുള്ള നല്ലൊരു ഗുണപാഠമായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. സന്തോഷ് സ്വാമി എന്ന് പറയുന്ന പക്കാ തട്ടിപ്പ് വീരൻ. മദ്യവും സിഗരറ്റും കഞ്ചാവും ഇല്ലാതെ പുള്ളിക്ക് ജീവിക്കാനേ പറ്റത്തില്ല. അയാളിപ്പം ചെയ്യുന്ന പണി എന്താണെന്ന് അറിയാമോ? പൂജാരി എന്ന് പറഞ്ഞാൽ മന്ത്രവാദി എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ നാട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് ഒഴിഞ്ഞ ഒരു കോണിൽ ആരും അറിയാതെ വനത്തിന് നടുവിൽ ചെറിയ ഒരു ആശ്രമമൊക്കെ പണിഞ്ഞ് ആ ആങ്ങളെയും പെങ്ങളും കുറച്ച് സ്റ്റെപ്പിനെയൊക്കെ കൂടി അവിടെ ആൾദൈവമായിട്ട് ജീവിക്കുകയാണ്. അവിടെ വന്ന ആൾക്കാരെന്ന് പറയുന്നത് ചെറിയ ആൾക്കാരൊന്നുമല്ല. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സിനിമാ താരങ്ങൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പുള്ളി കാണിച്ചു കൂട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ പെറ്റ തള്ള സഹിക്കത്തില്ല. അമ്മാതിരി കോപ്പറായാണ് കാണിക്കുന്നത്. മദ്യപിച്ച് ലക്ക് കേട്ട ആ മതോന്മത്തനായ സന്തോഷ് സ്വാമിയെ തിരക്കിയാണ് പോകുന്നത്. ഇനി നമുക്ക് ഒരിക്കലും നിങ്ങൾ ഈ എപ്പിസോഡ് മിസ്സാക്കരുത്. തീർച്ചയായിട്ടും ഒരു പുതിയൊരു അറിവായിരിക്കും ഈ എപ്പിസോഡിലൂടെ തരുന്നത്. നമുക്കിനി നേരെ സന്തോഷ് സ്വാമിയുടെ ആ സവിധത്തിലേക്ക് പോകാം. അപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ഭയങ്കരമായിട്ടൊരു അത്ഭുതത്തിന് മുമ്പിലാണ്. ഈ നാരങ്ങ എന്നൊരു സാധനം ഉണ്ടല്ലോ, ഈ നാരങ്ങ വെച്ച് ഭൂതങ്ങളെയും പ്രേതങ്ങളെയൊക്കെ മാറ്റുന്ന ഒരു അത്ഭുത സാമ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ഈ നാരങ്ങ നമ്മുടെ തലയിൽ വെച്ചിട്ട് അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വ്യാധി, ഭൂതം, പ്രേതങ്ങളൊക്കെ മാറ്റുന്നൊരു ഗംഭീര സ്വാമി. പേര് സന്തോഷ് സ്വാമി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഈ ഗ്രാമത്തിലെല്ലാം ഒരുപാട് ആൾക്കാർ കണ്ടോ, കാറൊക്കെ വിളിച്ചാണ് ആൾക്കാർ വന്നേക്കുന്നത്. എന്തൊരു കാറ്, ഈ കാറ്, അങ്ങനെ ഒരുപാട് കാറുകളൊക്കെ വിളിച്ചാണ് ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ഭയങ്കര അതിശയமான സ്വാമിയാണ്. പക്ഷേ ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ നാരങ്ങ വെച്ച് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്ന ഒരു സ്വാമിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. സ്വാമി നമസ്കാരം. നമസ്കാരം. ഇതാണ് നമ്മുടെ സന്തോഷ് സ്വാമി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഓഡിയോ ഒന്ന് കൊടുക്കട്ടെ, ഓഡിയോ കൊടുക്കട്ടെ സംസാരിക്കാൻ വേണ്ടി. ഉങ്ങളെ പറ്റി നിറയെ കേട്ടിട്ട് ഉങ്ങൾ ശരിക്കും യാറ് ഉടമ്പുക്കുള്ള യാറ് വരും? യാർ വരും? എന്താ സ്വാമി വരും? കറുപ്പ് സ്വാമി തന്നെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കറുപ്പ് സ്വാമി വരും എന്ന് പറഞ്ഞു. എന്താ സ്വാമി? സംസാരിക്കത്തില്ലേ? സൗണ്ട് ഇല്ലേ? പേസാത് ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുവാണോ? കറുപ്പ് സ്വാമി വരും. അപ്പൊ ഇദ്ദേഹത്തിന്റെ നമ്മുടെ ഇപ്പൊ അപ്പൊ എനിക്ക് ഉങ്ങളെ ഒന്ന് നേരിട്ട് പാക്കണം. കണ്ടാല് എനിക്ക് കുറച്ച് ഉടമ്പുകളെ കുറെ പ്രശ്നമുണ്ട്, ഒന്ന് മാറ്റി തരണം. ഓ അപ്പടിയാ കണ്ട, ഇതാണ് ഇതിന്റെ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വലിയ അമാനുഷികതയാണ് ഈ കറുപ്പ് സ്വാമി എന്ന് പറയുന്നത്. അത്രയും നല്ല പവർഫുള്ളാണ്. കണ്ടോ കണ്ടോ, അത് പവർഫുൾ സംഭവമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ണാൽ നമുക്ക് ഒരിക്കലും കാണാൻ കണ്ടോ, അത്രയും പവറാണ് ഈ കറുപ്പ് സ്വാമിയൊക്കെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത്രയും പവറിലോട്ട് ഇത് മാറും. അത് കണ്ടോ എത്ര കണ്ട് രൂക്ഷ കണ്ട, നേരത്തെ കണ്ട ആളെ അല്ല, മൊത്തത്തിൽ മാറിയത്. ഓക്കെ മാറിയത്. സ്വാമി സംസാരം മൈക്ക് സ്വാമി, മൈക്ക് തരുമോ? അതല്ല സ്വാമി, മൈക്ക് മൈക്ക് തരാൻ പറ്റുമോ? ഓടണോ? എന്തോ അപ്പൊ ഇത് എന്റെ ദേഹത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയാൽ എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കി എനിക്ക് നാരങ്ങ തരാൻ പോവുകയാണ്. നാരങ്ങ എടുത്തിട്ട് ഓക്കെ അങ്ങ് പാക്കാനാണ് പറയുന്നത്. അദ്ദേഹത്തെ നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റായിട്ട് എല്ലാ സന്തോഷ് സ്വാമിയുടെ അതേ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലുള്ള ശരീരത്തിലുള്ള എല്ലാ ഭൂതപ്രേതങ്ങളെ പുറത്ത് കളഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കയറ്റത്തുള്ളൂ. അപ്പോൾ ഈ നാരങ്ങ ചവിട്ടി പുളിക്കണോ? നാരങ്ങ ചവിട്ടണോ? അപ്പോൾ ഇത് ഉണ്ടോ, നാരങ്ങയിലാണ് കളി തുടങ്ങിയേക്കുന്നത്. നാരങ്ങയിലുള്ള ആദ്യത്തെ കളി കഴിഞ്ഞ് നാരങ്ങയിലാണ് കളി കേട്ടോ. നാരങ്ങ രണ്ട് ചവിട്ടി പുളുത്തി എല്ലാ പ്രശ്നങ്ങളും ഇവിടെ കൊണ്ട് തീരുകയാണ്. സ്വാമി പോവുകയാണ്. അപ്പോൾ ഞാൻ സ്വാമിയുടെ തൊട്ട് പുറകെ പോവുകയാണ്. അപ്പോൾ സ്വാമിയുടെ മൈക്ക് പോക്കറ്റ് എടുത്തിട്ട് കുഴപ്പമില്ല. സ്വാമിയുടെ തൊട്ട് പുറകെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല. ഇതാണ് കണ്ടല്ലോ, നല്ല നല്ല ഭയങ്കരമായ ശക്തിയുള്ള സ്വാമിയോട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട്.
അപ്പോൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഇവരെ കാണാൻ വേണ്ടിയൊക്കെ ഇരിപ്പുണ്ട്. ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം വിദ്യാസമ്പന്നരായ ആൾക്കാരാണ്. എന്ത് പറ്റി? പറവില്ല. എന്ത് സ്വാമി? ഇല്ല ഇല്ല, കറുപ്പ് സ്വാമി തന്നെ, പിന്നെ പ്രശ്നമില്ല. നമ്മൾ പ്രശ്നമില്ല. നമ്മളിപ്പോ അങ്ങയുടെ ഇത് പ്രശസ്തി കേരളം മുഴുവൻ അറിയിക്കാൻ വേണ്ടി വന്ന കേരള മക്കൾ തന്നെ. ഒന്നുമില്ല സ്വാമി. എന്ത് സ്വാമി ഇങ്ങനെ പെരുമാറുന്നേ? അമ്മ ഞാൻ അങ്ങയുടെ ഇത് കുളന്ത് തന്നെ, നോട്ട് പ്രോബ്ലം. അപ്പൊ അദ്ദേഹം മുഖം തരുന്നില്ല, കാര്യം ഓടി ഓടി മാറിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഡോൺ വറി, അങ്ങനെ കുളന്ത് തന്നെ സ്വാമി. അങ്ങ് കറുപ്പ് സ്വാമി തന്നെ, പെരിയ ശക്തിമാൻ. എല്ലാവരുടെ അസുഖങ്ങൾക്ക് മാറ്റുന്ന ആളല്ലേ. എന്റെ ഉടുമ്പക്കുള്ള കുറഞ്ഞ പ്രശ്നം ഇരിക്കുന്നു. ഫോട്ടോ എന്റെ മാത്രമേ ഉള്ളൂ. എന്റെ മാത്രം എടുത്താൽ മതി, സ്വാമി എടുക്കக்கூடாது കേട്ടോ. അപ്പൊ എന്റെ മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ, ഞാൻ ഉക്കാറ്. എന്റെ എടുക്കുള്ളൂ, എന്റെ മാത്രം എടുത്താൽ മതി, സ്വാമി എടുക്കണ്ട. സ്വാമി എടുക്കണ്ട പറഞ്ഞ എടുക്കണ്ട, എന്റെ മാത്രം എടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, സ്വാമി എടുക്കണ്ട പറഞ്ഞ എടുക്കണ്ട. ഇത് കേൾക്കാതെ എന്താ? സ്വാമിക്ക് ഇഷ്ടമല്ല ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത്. സ്വാമി എടുക്കുന്നില്ല കേട്ടോ. ആ ഇല്ല ഇല്ല, ഞാൻ മറച്ചു വെച്ചേക്ക്, ഞാൻ തന്നെ മറച്ചു വെച്ചേക്ക്. അതെ, സ്വാമി എടുക്കണ്ട, ഇപ്പൊ എന്റെ മാത്രമേ. അപ്പൊ പറഞ്ഞോ, എല്ലാം ചെയ്തോ? എങ്ക പോന്ന സ്വാമി? ഒരു വീതി പിടി വരുന്നില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. ഇത് മറച്ചു വെച്ചേക്കാം, സ്വാമിയുടെ മുഖം എടുക്കത്തില്ല. ഇല്ല 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 ഇല്ല, ഒന്നുമില്ല. ഇത് വന്ന ആൾക്കാരുണ്ടോ? എല്ലാം വലിയ വലിയ ടീമുകളാണ് വന്നിട്ട് പോയേക്കുന്നത്. സ്വാമിക്ക് എന്താ പ്രശ്നം? എന്താ എല്ലാം വല്ല ഇവിടുത്തെ പണക്കാരും ഡോക്ടർ എഞ്ചിനീയർമാരെ വന്നിട്ട് പോയേക്കുന്നത്. ഇല്ല സ്വാമി, ഞാൻ മുഖം മൂടാ, പ്രശ്നമില്ല, ഇങ്ങനെ ഓടിച്ചോ. ഇല്ല സ്വാമി, ഇദ്ദേഹത്തിന് ഒരുപാട് ശക്തികളുണ്ട്, അമാനുഷികതയുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് കറുപ്പ് സ്വാമി വന്നു കഴിഞ്ഞാൽ വേറെ രൂപത്തിലേക്ക് മറങ്ങണ്ട. പൂജ ചെയ്തിന്റെ സംഭവങ്ങളൊക്കെയാണ് കിടക്കുന്നത്. പക്ഷെ പുള്ളി നമുക്ക് മുഖം തരുന്നില്ല. വന്നപ്പോ തൊട്ട് പുള്ളി ഒരു അലസ മട്ടാണ്. നമ്മൾ എന്തോ കുഴപ്പമൊപ്പിക്കാൻ വന്നതെന്ന് പ്രതീക്ഷയാണ്. അവരെല്ലാം പോയച്ച്. കറുപ്പ് സ്വാമി പ്ലീസ് ഗീവ് മീ എ ഇന്റർവ്യൂ. പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ കുളന്ത് താനെ. പിന്നെന്താ? അപ്പൊ ഇന്ദമാന ശക്തി ആദ്യം കാണിച്ചില്ലേ? உங்களுக்கு பெரிய ശക്തി. അപ്പൊ നമ്മളൊക്കെ സാധാരണ ഒരു കാര്യം പറയാം, നമ്മളൊക്കെ സാധാരണ ഇങ്ങനെ ചുറ്റി തല ഇറങ്ങും. പക്ഷെ നമ്മുടെ കറുപ്പ് സ്വാമി ചുറ്റി ഒരു 1000 തവണയൊക്കെ ചുറ്റും. അല്ലേ അമ്മേ? എത്ര തവണ ചുറ്റും? 6000 തവണയോ? അപ്പൊ ഒന്നും പ്രശ്നമില്ല. അപ്പൊ 6000 തവണ ചുറ്റും. ഇല്ല, എന്തിനാ പേടിക്കുന്നേ? ഞങ്ങൾ കേരളത്തിൽ അറിയിക്കണ്ടേ? உங்களுக்கு பெரிய ശക്തി. ഞാൻ എന്നെ എടുക്കുന്നേ, എന്നെ ഫ്രണ്ടിൽ എടുക്കുന്നത്. സ്വാമി അല്ല, എന്നെ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നേ. പ്രശ്നമില്ല, ഞാൻ ഫ്രണ്ടിൽ നിൽക്കാം. അപ്പൊ എന്റെ ഉടുമ്പുകൾ എന്തെങ്കിലും വിഷയം ഉണ്ടല്ലോ? എന്റെ ഉടമ്പില് പേയും പിശാശും ഉണ്ടെന്നാ പറയുന്നത്. കണ്ടിപ്പാ എന്താ മാതിരി അത് കളയാൻ പറ്റും? എനിക്ക് രാത്രി തൂക്കമില്ല. ആ അപ്പടിയാ. ഓ ഓ പേടിയാവുന്നല്ലോ എന്റെ പൊന്നു. ഇതുണ്ടോ? രൗദ്രഭാവം കണ്ടോ? കണ്ടോ? പേടിച്ച് കുറച്ച് മുമ്പ് കാണിച്ച സംഭവം കണ്ടോ? പേടിച്ചു പോയത്. അപ്പൊ അതാണല്ലേ, എനിക്ക് രാത്രി തൂക്കമൊന്നുമില്ല. രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. തൂക്കമില്ല. ഇല്ല സ്വാമി, ഇത് എനിക്ക് എന്റെ മാത്രമേ കിട്ടത്തുള്ളൂ. പേടിക്കാതെ, ഭയം വേണ്ട, ജാഗ്രത മതി. ഒന്നുമില്ലേ? ഇത് സ്വാമി പേടിക്കും. ഇത് ഭയങ്കര പേടിയാണല്ലോ. ഇത് ഇത്രയും പേർക്ക് ആയുസ്സും ആരോഗ്യവും അസുഖങ്ങളൊക്കെ മാറ്റുന്ന ആൾക്കാർ പേടി. നല്ല ഇരിക്കണം. ആ സ്വാമി ഇത്രയും സ്വാമി സത്യം പറഞ്ഞ ആൾക്ക് എന്നെ പേടിച്ചിരിക്കും കേട്ടോ. പേടിക്കാതിരി. ഇല്ല, എന്നെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സ്വാമി എടുക്കുന്നില്ല, എന്നെ മാത്രം. എന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മാത്രമേ ക്യാമറ എടുക്കുന്നുള്ളൂ. സ്വാമിക്ക് ഇത്ര ശക്തിയില്ലേ? സ്വാമി അങ്ങെടുത്തോ, ഓടി ഇങ്ങെടുത്തോ, കുഴപ്പമില്ല, പറവില്ലേ? ഒരു പ്രശ്നമില്ല കേട്ടോ. സത്യം പറഞ്ഞാലേ ഇദ്ദേഹം പേടിച്ചിരിക്കുവാണ്. ആരൊക്കെയോ അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റി വന്നപ്പോ നല്ല എനർജറ്റിക് ആയിട്ട് നിന്ന് കളിച്ച ആൾ ഇപ്പം ഭയങ്കര പേടിയാണ്. മുഖം മറച്ച് പോവുകയാണ്. സ്വാമി, സന്തോഷ് സ്വാമി, ഞങ്ങൾ തിരിച്ചു പോട്ടെ, ഞാൻ തിരുമ്പി പോട്ടെ കേരളത്തിലേക്ക്. ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരത്തില്ല. ഇനി നെക്സ്റ്റ് ടൈം വരത്തില്ല. ഞങ്ങൾ യാത്ര ചൊല്ലുക. തിരുമ്പി പോട്ടെ. ഒരു മിനിറ്റ്, ഞങ്ങൾ ഇന്ന് അനുഗ്രഹിക്കാൻ പറ്റും. കേരള മക്കളെ ഒന്ന് അനുഗ്രഹിക്കാൻ പറ്റുമോ? കേരള മക്കൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ലേ?
സ്വാമി പെരിയ സ്വാമിയല്ലേ, പിന്നെ എന്തിനു ഭയക്കുന്നേ? ഞാനില്ലേ കൂടെ. അങ്ങയുടെ പ്രശസ്തി കേരളത്തിലുള്ള ആൾക്കാരെ മുഴുവൻ അറിയിക്കണ്ടേ? കേരള മക്കളെ വേണ്ടേ, അത് തമിഴ് മക്കളെ മാത്രം മതിയോ? കേരള മക്കൾ, തമിഴ് മക്കൾ, കന്നഡ മക്കള് എല്ലാം വേണം, എല്ലാം വേണം. പിന്നെ അങ്ങയുടെ മക്കൾ ഇന്ന് അനുഗ്രഹിക്കുന്നേ, ഇത്രയും വലിയ ശക്തിമാനല്ലേ. ആ തമിഴ് മക്കൾ മാത്രം മതി, ഞാൻ കേരള മക്കളെ പൊക്കോളാം. ഇത്രയും വലിയ ഇത് കണ്ട, ഈ സെറ്റപ്പ് എല്ലാം സ്വാമിയുടെ കണ്ട, ഈ പൂജാമുറിയും കാര്യങ്ങളെല്ലാം സ്വാമി വലിയ സെറ്റപ്പോട് ഉണ്ടാക്കിയതാണ്. പിന്നെയാണ് സ്വാമി മേടിക്കുന്നത്. ഇതുണ്ട്, ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. കാളിയല്ലേ പ്രതിഷ്ഠ? ഏതാമ്മേ? കാളിയല്ലേ? ഭദ്രകാളി. ഭദ്രകാളിയൊക്കെ ഇറങ്ങി വരുമോ? ആ, ഭദ്രകാളിയൊക്കെ ഇറങ്ങി വരും. അപ്പൊ ഇത് സന്തോഷം വരും. സന്തോഷം എന്റെ ദേഹത്തിൽ എല്ലാ സമയം വരും എന്ന് പറഞ്ഞേക്കുന്നത്. വരും. ഇപ്പൊ എന്തെങ്കിലും പേടിച്ചിരിക്കും, ഭയമായിരിക്കുന്ന എന്താ? സന്തോഷം സ്വാമിക്ക്. പിന്നെ ക്യാമറയ്ക്ക് മുമ്പ് നിൽക്കുന്നില്ല. ഈ നല്ല കാര്യത്തിനല്ലേ, ഭയം വേണ്ട. അമ്മക്ക് ഞാൻ പറഞ്ഞ പുരിയുന്നോ? ഇതാ പോയേക്കുന്നു, ഞാൻ അങ്ങോട്ട് പോയിട്ട് പേടിച്ച് പോയേക്കുന്നു. ഇറങ്ങി പുള്ളി എന്നെ പേടിച്ച് ഇറങ്ങി പോയേക്കുവാണ്. ഞങ്ങൾ പോവാം. പുള്ളി ആട്ടിച്ച് കോൺ തെറ്റി രണ്ട് കണ്ണ് ചോപ്പിച്ചിരിക്കുകയാണ്. അതാണ് പുള്ളി മാറി മാറി കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരു വിധത്തിൽ പിടിയിരുന്നില്ല. ഞാൻ പുള്ളിയെ വിടുന്നില്ല. അങ്ങോട്ട് പോകണ്ട, കാലൊക്കെ വേച്ച് വെച്ച് പോകുന്നുണ്ടോ? ഇങ്ങനെയുള്ള ആൾക്കാരാണ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ പോവാ അമ്മേ, ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ കാണുമോ? ഇല്ല 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 ഇല്ല, എടുക്കുന്നില്ല, എന്നെ എടുക്കുന്നുള്ളൂ. പുള്ളി നല്ലതായിട്ട് പേടിച്ചിരിക്കുക കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവർ കാണിക്കുന്ന പണി എന്ന് പറയുന്നത്. മദ്യവും ഉള്ള വലിയൊക്കെ അടിച്ച് നല്ല കണ്ടീഷൻ പോയിരിക്കുകയാണ്. അതാണ് പുള്ളി ഇങ്ങനെ സ്കിപ്പാവും. അതുകൊണ്ട് പുള്ളി നടപ്പ് പോകുക, കാലിൻ്റെ വെച്ച് വെച്ച് എടുക്കുന്ന ആ സംഭവം നിർത്തി വെക്കുക. ഇതൊക്കെ അറിയണം. നിങ്ങളെപ്പോലുള്ള ഭക്തജനങ്ങൾ ഇങ്ങനെയുള്ള ആൾദൈവങ്ങളടുത്ത് വരുമ്പോഴത്തേക്കും ഇമാർ കാണിച്ചു കൊടുക്കുന്ന പണികൾ നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും അടിച്ച് ഫിറ്റാണ്. അപ്പം യാത്ര ചാവട്ടെ. സമി പോട്ടെ പോട്ടെ. നമസ്തേ. അപ്പോൾ അനുഗ്രഹിക്കന്നെ, ആശീർവദിക്കും. ഓക്കെ. അപ്പം എന്തായാലും പുള്ളി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും പുള്ളിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ആൾദൈവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ സന്തോഷ് സ്വാമി.